ഹലോ, ഇന്നെൻ്റെ തേർഡ് ഡേ ആണ് സുഗതത്തിൽ. ഇന്നെനിക്ക് ലേറ്റായിട്ട് എണീറ്റാൽ മതി, കാരണം 11:30-ക്കാണ് ഇന്നെൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ധൂപനം ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല കുന്തിരിക്കത്തിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും കുഞ്ഞൂസിനെ കുളിപ്പിക്കാനായിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. നന്നായി ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് കുഞ്ഞൂസ് കുളിച്ച് കുട്ടപ്പനാകും. കുഞ്ഞൂസിനെ അങ്ങനെ എണ്ണ തേപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോഴോ ഒന്നും വലിയൊരു അലമ്പില്ല. മൂപ്പര് ശാന്തനായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ ഒന്ന് നനഞ്ഞ്, ചെടികളൊക്കെ ഒന്ന് നനഞ്ഞ്, അന്തരീക്ഷമൊക്കെ ഒരു മൂടിക്കെട്ടലായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. വലിയ വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം ഒന്ന് നടന്ന് റൂമിലെത്തുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമുക്ക് എന്നും നോർമൽ ഔഷധ വെള്ളം, അതായത് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കും അതുപോലെ തന്നെ ഓട്സ് മിൽക്കും ഉണ്ടായിരിക്കും. അത് എന്നും രാവിലെ ഉണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു. ആക്ച്വലി എനിക്ക് പുട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്, പക്ഷേ ഇവിടെ നിന്ന് വെറുതെ കഴിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. ഇന്ന് ഞാൻ ചായ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ചായ ഇല്ലാതെ ഒരു ജീവിതമില്ല. 2 ദിവസം ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ലഞ്ചിന് മുൻപായിട്ട് നമുക്കിന്ന് ഫ്രൂട്ടിൻ്റെ ഒരു ഷേക്കായിരുന്നു. അത് കുടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോയി ഒരു എത്തുമ്പോഴേക്കൊക്കെ നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടാകും. അപ്പോൾ ലഞ്ചിന് ഇന്ന് നമുക്ക് പച്ചക്കറി, അതുപോലെ ഉപ്പേരി, ചമ്മന്തി, മുട്ടത്തോരനൊക്കെ ആയിരുന്നു. അത് കഴിയുമ്പോഴേക്കും എൻ്റെ ബ്രദർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ കാണാത്തതുകൊണ്ട്, 2-3 ദിവസമായിട്ട് ഞങ്ങളെ കാണാത്തതുകൊണ്ട് എന്നെയും കുഞ്ഞൂസിനെയും അമ്മേനെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അടുത്ത മീൽ, അതായത് ഇന്ന് റാഗിക്കുറുക്കായിരുന്നു. റാഗിക്കുറുക്കും കഴിച്ച് പിന്നെ ഈവനിങ്ങിൽ നമ്മുടെ പതിവ് മിൽക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചായ ആയിരുന്നു. അപ്പോൾ ഇന്ന് റസ്ക് ആയിരുന്നു കേട്ടോ സ്നാക്കായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈവനിങ് വാക്കിന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കിഴിയായിരുന്നു. ഇന്ന് ഇലക്കിഴിയുടെ ദിവസമായിരുന്നു. ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും സെയിമാണ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഇലക്കിഴിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇലക്കിഴി എന്ന് പറയുമ്പോൾ മുരിങ്ങേൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഇലകളൊക്കെ എടുത്ത് നല്ലെണ്ണയിലൊക്കെ വാട്ടി അങ്ങനെ കിഴിയാക്കിയിട്ടാണ് നമ്മൾക്ക് ഇലക്കിഴി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി കിഴി ചെയ്ത് കഴിഞ്ഞാൽ പെയിനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് പഴം പുഴുങ്ങിയതും, അത് കഴിഞ്ഞ് നമുക്ക് ഡിന്നർ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ഇന്ന് വെള്ളയപ്പവും ചിക്കൻ കറിയായിരുന്നു.